തെണ്ടിക്കൊല തെണ്ടി കള്ളപ്പണം കരഞ്ഞെന്ന് നടത്തിയ കഴിവാണവൻ എല്ലാത്തിനും കൂട്ടുന്നത് എന്നെ ഇപ്പൊ വേണ്ടതായി. ജോസിന്റെ വാലാട്ടിയുടെ പൈസ 100,000 കൊടുക്കും. തന്റെ വായി പണം തിരിയിട്ടുണ്ടോ? ഒരു 100 രൂപ വെച്ച താൻ തരില്ലല്ലേ? ഈ ഹൈദ്രോസിന് അറിയല്ല. തന്റെ കൈ ഞാൻ വെട്ടിയില്ലെങ്കിൽ ഈ ഹൈദ്രോസ് ഉസ്മാന്റെ മോനല്ല. പൂജപ്പുറ സെൻട്രൽ ജയിലെ ഓക്രികൾക്കുള്ളതാ. കണക്ക് തെറ്റിച്ചോട്ടെ ഹൈദ്രോസേ. നീ നിന്റെ പാട്ടിന് പോ. ഇതൊരു മാരണമായല്ലോ. കത്തി വേണമെങ്കിൽ ഞാൻ റോഡിലറിയും. ആ കുഞ്ഞവിടെ നില്ലെന്ന്. ഇതൊക്കെ അവന്റെ ജാടയല്ലയോ? ഉർമീസേ, ആ ജോസിന്റെ ആളുകൾ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയണം. കീരിക്കാരൻ ജോസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാ. അതൊക്കെ മനസ്സിലിരിക്കട്ടെ. ഒരു ദിവസം ജോസിന്റെ പണ്ടാം കുത്തി ചോർത്തിയില്ലെങ്കിൽ ഈ ഹൈദ്രോസ് അങ്ങാടി ജീവിക്കില്ല. എടാ, നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായത്തൊന്ന് പറഞ്ഞ് തല്ലുകൊണ്ട് ഞകണ്ട. കുഞ്ഞിനെന്താ വേണ്ടേ? അരച്ചാക്കരി. ആ, അരച്ചാക്കരിയാണെന്ന് കൊടുത്തേക്ക്. നീ ആവാ പുതിയ താമസക്കാരനാ. ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെ മോന. സേതു എന്നാ പേര്. ഓ, പോലീസുകാരനാ. ഒരു 10 രൂപ കൊടുക്കല്ലേ കൊടുക്കല്ലേ. താഴെ ചുമ്മാ ഇടാൻ. ഇനി കാണണം. താൻ ചെവി വിളിക്കും. തന്നെ ഈ റോട്ടിട്ട് പന്ത് തട്ടവനെ തട്ടിയില്ലെങ്കിൽ തവയ്ക്കും. മനസ്സുറപ്പിച്ച് എങ്ങനെ ജീവിക്കും ഇവിടെ? പോലീസുകാരിതൊന്നും കാണുന്നില്ലേ? പോലീസുകാർക്കൊക്കെ കൈ നിറച്ച് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പറയട്ടെ, കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിലും വലിയ കാര്യം അതല്ല. നമ്മളെ കാര്യം വിട്. നമുക്ക് കുടുംബമായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടി പോണ്ടേ? എന്റെ അമ്മേ, ദേ ഇത്രയും വരുന്ന ഒരു കത്തി കയ്യിൽ വെച്ചാ കളി. അത് വെച്ചൊരു താങ്ങിയ കാര്യം കഴിഞ്ഞില്ലേ? പോലീസ് ആയാലും പട്ടാളമായാലും കത്തി കയറിയ ചാവും. ഇതൊക്കെ കാണുമ്പോ വേറെ വല്ല ജോലിക്കും പോണതാ നല്ലതെന്ന് തോന്നും. നമ്മളൊക്കെ ആണുങ്ങളല്ലേ സേതു? പോലീസിലൊരു കൊല്ലത്തെ ട്രെയിനിങ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ നിന്റെ ഈ സ്വഭാവമൊക്കെ മാറും. പിന്നെ ഒരു ആന മതിച്ചു വന്നാലും ഒറ്റയടിക്ക് താഴെയിടാൻ തോന്നും. അല്ലേ മീതെ? പിന്നെ അതൊക്കെ കഴിഞ്ഞു വന്ന പോലീസുകാർ തന്നെയല്ലേ എവിടെയും. എന്നിട്ട് ഈ മതിച്ച് നടക്കണേറ്റങ്ങളെ നിലയ്ക്ക് നിർത്താൻ പറ്റണില്ലല്ലോ. എന്റെ പൊന്നു പെങ്ങളെ, ജീവന് പേടില്ലാത്ത പോലെ ആരാ ഉള്ളത്? പെങ്ങൾക്ക് ഇവിടുത്തെ കഥ വല്ലതും അറിയോ? ഇപ്പൊ ഈ കത്തി കാട്ടി പേടിപ്പിച്ചെന്ന് പറഞ്ഞില്ല ഹൈദ്രോസ്. ഇവന്റെ ഒക്കെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ, ഹസൻ. അവനാണ് ഇവിടെ ഈ മാർക്കറ്റ് ഭരിച്ചിരുന്നത്. തനി കാട്ടുപോത്ത്. അവനെ കൊന്നത് ഈ കീരിക്കാടൻ ജോസാണ്. വെട്ടി 10-12 കസാക്കിട്ടല്ലേ ഇട്ടത്. അതും പട്ടാപ്പകൽ. അയ്യോ, എന്നിട്ട് കേസൊന്നും ഉണ്ടായില്ലേ? പിന്നെ കേസില്ലാണ്ട. പക്ഷെ തള്ളിപ്പോയി. ഒരാളും ജോസിനെതിരായിട്ട് സാക്ഷി പറയില്ല. പറഞ്ഞാ പിന്നോട് ജീവിക്കണ്ടേ? പറയുന്ന സംശയം തോന്നിയ ഒരാളെ പിടിച്ചു കൂട്ടിക്കൊണ്ടേ തല്ലി ചാത്തി ചപ്പിലേക്കാനി. പിന്നെ 5-6 മാസം കിടന്ന് നീതി വാങ്ങിട്ടാ ചത്തത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ജോസ്. 8-10 കൊലക്കേസിലെ പ്രതിയാ. ശിക്ഷിച്ചതോ വെറും 3 കേസിൽ. ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കൈ ചൂണ്ടിയ പിറ്റേന്ന് അവന്റെ ശവം ഉറപ്പാ. തിരുവനന്തപുരത്ത് വലിയ വലിയ സ്ഥാനങ്ങളിൽ പിടിപാടുള്ള ആളാണ്. പിന്നെ ഈ പാവപ്പെട്ട പോലീസുകാർ ഞങ്ങൾ എന്ത് ചെയ്യാന്നാ പറയുന്നത്? എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു. ഈ ആളെ എനിക്കൊന്ന് കാണണമല്ലോ. എന്തിനാ? അല്ല, വെറുതെ ഒന്ന് കാണാൻ. നീ പണ്ടം ചേർത്ത് മലയാളം പണം പിരിക്കും അല്ലേ? ആരെന്തായി പറഞ്ഞു? വിട്ടില്ലെങ്കിൽ അച്ഛനാരെ പോയി പിടിച്ചോണ്ട് പോണ വഴി. വണ്ടി കയറാ. നീ കയറ.
പോട്ടാ പോ വിട്ടെ എന്നെ വിടെ വേണ്ട ജീവിക്കാൻ